ഖാദി നമുക്ക് കോൺഗ്രസിനോടൊപ്പം ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു വസ്ത്രം എന്നുള്ള നിലയ്ക്ക് വേറെ സന്തോഷമാണ്. ഖാദി ഉപയോഗിക്കാനും ഒരു ദേശസ്നേഹം വളർത്താനും ഗാന്ധിജി രാജ്യത്തെ ജനങ്ങൾ ഉത്ബോധിപ്പിച്ച ഇതായിരുന്നു ഖാദി. ഖാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയും യോജിച്ച ഒരു മെറ്റീരിയലാണ്, തുണിത്തരമാണ്. കോൺഗ്രസ്സുകാരുടെ ഐഡൻറ്റിറ്റി തന്നെ ഖാദിയാണ്. എവിടെ പോയാലും നമുക്ക് വെള്ളമിട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു ബഹുമാനം, അത് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആത്മസന്തോഷമാണ്. ഒരേ നിറം, ഒരേ തുണി, ഒരേ വികാരം, ഖാദിമയം. UDF സർക്കാർ അധികാരത്തിലേറിയതോടെ കേരളത്തിന്റെ തെരുവുകളിൽ വെള്ള വിപ്ലവമാണ്. ഞാൻ KSU കാലഘട്ടം തൊട്ടേ നമ്മൾ ഈ ഖാദിയുമായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആലപ്പുഴക്കാരാണ് ഞാൻ. നമ്മളിവിടെ തിരുവനന്തപുരത്ത് വരുമ്പോഴെല്ലാം നമ്മളിവിടെ വന്നാണ് ഖാദി എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞാവേദി വെള്ളയിൽ കുളിച്ചു നിന്നു. ഖദറായിരുന്നു താരം. മന്ത്രി സ്റ്റൈൽ ജുബ്ബകൾക്ക് പ്രിയം കുറഞ്ഞു. MLA മോഡൽ ഷർട്ടിന് ഡിമാൻഡ് കൂടി. ഖദർ വാങ്ങാൻ കടയിലെത്തുന്ന ചിലർ ചോദിക്കുന്നത്, ചേട്ടാ UDF വൈറ്റ് കളർ ഉണ്ടോ എന്നാണ്. കരുണാകരൻ സാറ് തൊട്ട് ഇങ്ങോട്ട് KC വേണുഗോപാലിൻ്റെ PA ഇവിടെ വന്ന് ഇപ്പോഴും ഓർഡർ ചെയ്തിട്ടുണ്ട് 50 മുണ്ടോളം. പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോന് വേണ്ടി വൈഫ് വരും, സുധീരൻ. അത് പറയാൻ പറ്റില്ല, ഏകദേശം എല്ലാവരും നമ്മുടെ ഖാദി ഗ്രാമോദ്യോഗത്തിൽ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇടതിൽ നിന്ന് ഭരണം വലത്തോട്ട് മാറിയതോടെ വെള്ളയും ഇട്ടിറങ്ങാൻ അണികളുടെ തിരക്കായി. ആ തിരക്ക് ഖാദി മേഖലയെ ഉണർത്തി. 10 വർഷമായിട്ട് നമുക്ക് നോക്കുന്നില്ല, കേരളത്തിൽ മൊത്തം ഖാദിക്ക് ഡൗൺ ആയത്. കാരണം കൊണ്ടല്ല, ഈ കോൺഗ്രസ് ഗവൺമെൻറ് വരുമ്പോഴാണ് ഖാദിക്ക് നല്ലവണ്ണം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നത്. അത് കുറച്ച് ഡിമ്മായി 10 വർഷം കൊണ്ട്. പക്ഷെ അത് ഇലക്ഷൻ കഴിഞ്ഞു ആ ഒരു മാറ്റം പെട്ടെന്ന് തന്നെ ഉണ്ടായി. ഖദറിന്റെ ഓരോ നൂലിഴയിലും പുതിയ ജീവിതം നെയ്തെടുക്കുകയാണ്. തളർന്ന കൈത്തറി മേഖലയ്ക്ക് കരുത്തായി. തൊഴിൽ കുറഞ്ഞ കൈകൾക്ക് വീണ്ടും പ്രതീക്ഷയായി. മുമ്പ് ഇച്ചിരി കുറവായിരുന്നു, പക്ഷേ ഇപ്പോഴും ഇവർ വന്നാൽ പിന്നീട് നല്ല തിരക്കാണ്. ഇപ്പോൾ 2-3 ആഴ്ച കൊണ്ട് ഇപ്പം നല്ല തിരക്കിൽ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തുണിയിൽ നിന്ന് ഒരു ജനതയുടെ അഭിമാനമായി മാറിയ ഖദർ കഴിഞ്ഞ കുറച്ചു നാളുകളായി മങ്ങിയ കരകൗശലത്തിന്റെ നൂലിഴകൾക്ക് പുതിയ ജീവൻ നൽകിയിരിക്കുകയാണ്. ഖാദി വെറുമൊരു വസ്ത്രം മാത്രമല്ല, 28 വർഷം കൊണ്ട് ഖാദി തുണികൾ തയ്ക്കുന്ന സതീഷേട്ടനെ പോലുള്ള തൊഴിലാളികളുടെ വിജയകഥയാണ്. ഇന്ന് കാണുന്ന ഖദറിന്റെ തിരക്ക് ഒരു പാരമ്പര്യത്തിന്റെ തിരിച്ചുവരവ് കൂടിയാണ്. രതീഷ് വെൺപകലിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.